ഇന്ന് നമുക്ക് റാഗി വെച്ചൊരു ഡ്രിങ്ക് ഉണ്ടാക്കാവേ. എന്നും വൈകിട്ട് ചായയോ അല്ലെങ്കിൽ നാരങ്ങാവെള്ളമോ ഒക്കെ ആയിരിക്കുമേ. അപ്പം ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. ഇത് അമ്മ പറഞ്ഞതെന്നാണ് ഇതുണ്ടാക്കുന്നത്. അമ്മ യൂട്യൂബിലോ മറ്റോ കണ്ടാണ് അമ്മ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീയോട് ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ലതായതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ റാഗി എടുത്ത് വെള്ളത്തിലിട്ടിരുന്നേ. എന്നിട്ട് വൈകിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകണം റാഗി കേട്ടോ. അതിനകത്ത് കല്ലൊക്കെ കാണും. അതുകൊണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിക്കും. ആദ്യമേ വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ചേറെ വെള്ളം കൂടെ അടിച്ച് അത് നന്നായിട്ട് ലൂസാക്കി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഞാനൊരു 4 ഈന്തപ്പഴം എടുത്തിട്ടുള്ളേ, അത് വെള്ളത്തിനകത്തിട്ടിട്ട് കുറച്ച് നേരം കുതിർക്കാൻ വെക്കണേ. അപ്പോൾ പെട്ടെന്ന് അരയും, അതിന് വേണ്ടി കുതിർക്കാൻ വെച്ച്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ റാഗി ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം. കാരണം അതിൻ്റെ തൊലി ഇരുന്ന് കഴിയുമ്പോൾ വയറുവേദനയൊക്കെ ഉണ്ടാകാറ്, പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ വയറുവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസ് കുറച്ച് തന്നെ വെക്കുക. ഗ്യാസ് കൂട്ടുകയോ ചെയ്ത് സ്റ്റാർട്ടിങ്ങിലേ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മൾ ഇളക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ അത് കട്ടിയാകും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് അതൊരു കുറുക്ക് രൂപത്തിലാക്കി എടുക്കണം. എന്നിട്ട് ജാറിനകത്ത് ഈന്തപ്പഴവും നമ്മുടെ ആ റാഗിയുടെ ആ വേവിച്ചതും കുറച്ച് പാലുമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടിക്കണം. ഇതെല്ലാം കൂടി ഒരുമിച്ചടിക്കല്ലേ. നമ്മൾ ആദ്യമേ ഈന്തപ്പഴം അടിച്ചെടുക്കണം, എന്നിട്ട് വേണം പാലും റാഗി ഇടാൻ. കാരണം ഞാൻ ആദ്യമേ തിരിച്ചടിച്ച് ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടിച്ച് അന്നേരത്തേക്ക് ഈന്തപ്പഴം നന്നായിട്ട് അരഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഊറ്റിയിട്ട് ഈന്തപ്പഴം മാത്രമാക്കിയിട്ട് അരച്ചെടുത്തേതേ. എന്നിട്ട് ഞാനത് കിങ്ങിണിക്ക് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ കിങ്ങിണിക്ക് മനസ്സിലായില്ല ഇത് എന്തുവാണെന്നേ. കിങ്ങിണി ഫുള്ള് കുടിച്ച് ഇഷ്ടപ്പെട്ടെ. പിന്നെ കിങ്ങിണിക്ക് ഞാൻ ഇച്ചിരി തേനോട് ഒഴിച്ചായിരുന്നു, അതിനകത്ത് ഇച്ചിരി മധുരം കൂടാൻ വേണ്ടി. എന്നിട്ട് അഞ്ചേണ്ണം കൊടുത്തു. അഞ്ചേണ്ണം മനസ്സിലായില്ല ഇത്. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പം അറിയത്തില്ല, മനസ്സിലായില്ലേ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഈ റാഗിയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.